ഹലോ എവരിവൺ, വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ് ബൈ പാത്വേസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് കോഴിക്കോട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം CBAM, ഗ്ലോബൽ പാക്ട് ഓൺ AI, സ്ലോയിങ് മൊമെന്റം ഓഫ് ഗ്രോത്ത്, ലംബാഡി എംബ്രോയിഡറി, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ഓരോ ന്യൂസിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ്, കോഴിക്കോട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ, യുനെസ്കോസ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCN. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഗ്ലോബലി ഉള്ള നഗരങ്ങളെ അതിൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓരോ ഐഡൻറ്റിറ്റി വെച്ചിട്ട് 7 വിഭാഗങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ച് 7 ക്രിയേറ്റീവ് ഫീൽഡിലുള്ള അവരുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് അതിന് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് പോലെ, അല്ലെന്നുണ്ടെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഒക്കെ പോലെ, അതിൻ്റെ അകത്ത് തന്നെ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് ഒക്കെ പോലെ തന്നെ സിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു യുനെസ്കോയുടെ ഒരു ഭാഗമാണ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പുതിയ അഡീഷനായിട്ട് ഇന്ത്യയിൽ നിന്ന് 2 മൊത്തം ഗ്ലോബലി 55 എണ്ണം കൂടെ പുതുതായിട്ട് വന്നു. ഇതിൻ്റെ 2 എണ്ണം ഇന്ത്യയിൽ നിന്നാണ്. അതിൻ്റെ 1 നമ്മുടെ കോഴിക്കോടാണ്. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അതിനെ വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഈ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്താണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. Created in 2004 to promote cooperation among cities that have identified creativity as a strategic factor for sustainable urban development. അപ്പോൾ സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് 2004 മുതൽ യുനെസ്കോയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു 2 വർഷം കൂടുമ്പോൾ ഇങ്ങനെ പുതിയ സിറ്റീസിനെ ആഡ് ചെയ്ത് എന്നിട്ട് അവിടുത്തെ മേയർമാരുടെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി. അങ്ങനത്തെ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പാണ് ഈ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. അപ്പം അത് 2004 തുടങ്ങിയത്. എന്തിനാണെന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് കോപ്പറേഷൻ എമോങ് സിറ്റീസ് ദാറ്റ് ഹാവ് ഐഡന്റിഫൈഡ് ക്രിയേറ്റിവിറ്റി അറ്റ് എ സ്ട്രാറ്റജിക് ഫാക്ടർ ഫോർ സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ്. നമുക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ട് കാണും, SDG ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 17 എണ്ണം ഉണ്ട്. അതിൻ്റെ അകത്ത് 11ാമത്തെയാണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, നോ പോവർട്ടി, സീറോ ഹങ്കർ, അങ്ങനെ തുടങ്ങിപ്പോയി 11ാമത്തെ ഗോളാണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൊമോഷന് വേണ്ടി കൂടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. അപ്പം ആ ലിസ്റ്റിൽ as of now includes 350 cities from more than 100 countries. ഗ്ലോബലി ഉള്ള ഒരെണ്ണമാണ്. അപ്പോൾ ആ സിറ്റീസിനെ ഹാൻഡ് പിക്ക് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ ക്രിയേറ്റീവ് ഫീൽഡ്, 7 ക്രിയേറ്റീവ് ഫീൽഡുകളായിട്ട് അവയെ തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ന്യൂസിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം 7 ക്രിയേറ്റീവ് ഫീൽഡുകൾ അസച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്സ്, ഡിസൈൻ, ഫിലിം, ഗ്യാസ്ട്രോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുസീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക, അതായത് അത് നല്ല ഫുഡ് കഴിക്കുക, ആ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതാണ് ഗ്യാസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള. ഒരുപക്ഷെ കോഴിക്കോട് നിങ്ങൾ ചിലപ്പോൾ ഓർത്ത് കാണും, കോഴിക്കോട് ഗ്യാസ്ട്രോണമി കാറ്റഗറിയിലും വരാൻ സാധ്യതയുള്ളതായിരുന്നു. എനിവേ, ഇപ്പോൾ ഇതിനെ ആഡ് ചെയ്തിരിക്കുന്നത് ലിറ്ററേച്ചർ കാറ്റഗറിയിലാണ്. മീഡിയ, ആർട്സ്, മ്യൂസിക്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഓരോ എക്സാമ്പിൾ. ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്സ് ആയിട്ട് ശ്രീനഗർ, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ശ്രീനഗർ 2 വർഷം മുമ്പ് ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്സ് കാറ്റഗറിയിൽ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ എക്സാമ്പിളാണ്, ഒരുപാട് സിറ്റീസ് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിൾ. ബാമിയാൻ അഫ്ഗാനിസ്ഥാനിലുള്ള, അതുപോലെ ഡിസൈനിലെ ഷാങ്കായ് സിംഗപ്പൂർ, ഫിലിമിൽ നമ്മുടെ മുംബൈ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ അഡീഷനാണ് കസബ്ലാങ്ക, മൊറോക്കോയുടെ ക്യാപിറ്റൽ. ഫിലിം കാറ്റഗറിയിൽ അതും വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കസബ്ലാങ്ക ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂവീസിനൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഗ്യാസ്ട്രോണമിയുടെ കൂട്ടത്തിൽ ഹൈദരാബാദ് ഉണ്ട്, മക്കാവോ ഉണ്ട്. ലിറ്ററേച്ചറിൻ്റെ അകത്ത് നമ്മുടെ കോഴിക്കോട് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ലാഹോർ. മീഡിയ ആർട്സിൻ്റെ അകത്ത് ലയോൺ, തിബിൾസ്കി, ജോർജിയയുടെ ക്യാപിറ്റലാണ്. മ്യൂസിക്കിൻ്റെ അകത്ത് ചെന്നൈ, ഇന്ത്യയിൽ നിന്നുള്ള ചെന്നൈ, വാരണാസി, ഇതൊക്കെ നേരത്തെ ആഡ് ആയതായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്താണെന്നും അതെന്നാണ് തുടങ്ങിയതെന്നും അതിൻ്റെ എയിം എന്താണെന്നും. എയിം ഇത്രേ ഉള്ളൂ, ഒരു കോപ്പറേഷൻ എമംഗ്സ്റ്റ് സിറ്റീസ് പ്രൊമോട്ടിങ് സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റ്. അപ്പം അതിനെ 7 ക്രിയേറ്റീവ് ഫീൽഡുകളായിട്ട് കാറ്റഗറൈസ് ചെയ്ത് അതിന് ഓരോ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് പാലിക്കുന്ന സിറ്റീസിനെ ഹാൻഡ് പിക്ക് ചെയ്ത് പിന്നെ ആ സിറ്റീസിൻ്റെ ഹെഡ്സ്, മേയേഴ്സൊക്കെ ആയിട്ട് ഒരു ഗ്ലോബൽ മീറ്റപ്പ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഈ ന്യൂസിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഇൻ കേരള വാസ് ആഡഡ് ടു ദ യുനെസ്കോസ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ഓൺ വെനസ്ഡേ. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള 2ാമത്തെ സിറ്റിയാണ് ഗ്വാളിയാർ, മധ്യപ്രദേശിലുള്ള ഗ്വാളിയാർ. Gwalior in Madhya Pradesh was also amongst the 55 new cities to join the network.
അപ്പം മൊത്തത്തിൽ ഇപ്പോൾ 55 എണ്ണം കൂടെ ആഡ് ചെയ്തു. ഇപ്പം 350 സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പുതുതായിട്ട് വന്ന 55 അഡീഷൻ്റെ അകത്ത് 2 എണ്ണം ഇന്ത്യയിൽ നിന്നാണ്, ഒരെണ്ണം കേരളത്തിൽ നിന്നാണ്, കോഴിക്കോടാണ്. കേരളത്തിൽ നിന്നുള്ള ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലുള്ള ആദ്യത്തെ സിറ്റിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അല്ല, ഇന്ത്യയിൽ ഇതിനു മുമ്പ് നമ്മുടെ മുംബൈ ഉണ്ടായിരുന്നു, ശ്രീനഗർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ചെന്നൈ, വാരണാസി ഒക്കെ ഉണ്ട്, ജയ്പൂർ ഉണ്ട്, അങ്ങനെ പല പല സിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇന്ത്യ എന്നുള്ള ഏതൊക്കെയാണെന്നും ആ 7 കാറ്റഗറീസ് എന്താണെന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് അതെന്താണെന്നുള്ളതും. The UCCN was created in 2004 to promote cooperation among cities that have identified creativity as a strategic factor for sustainable urban development. Sustainable urban development, sustainable cities and communities എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായിട്ടുള്ള സിറ്റീസ്. നമുക്കറിയാം അർബനൈസേഷൻ ഒക്കെ കൂടി വരുന്ന അതിൻ്റെ ട്രെൻഡും അതിൻ്റെ പെർസെൻറ്റേജും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്നതാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ. അപ്പോൾ സസ്റ്റൈനബിൾ സിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെയൊക്കെ ഒരു പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് അതിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത്. 55 ന്യൂ സിറ്റീസ് ടു ജോയിൻ യുനെസ്കോസ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ഓൺ വേൾഡ് സിറ്റീസ് ഡേ. ഇപ്പോൾ ഒക്ടോബർ 31 അത് വന്നത്, വേൾഡ് സിറ്റീസ് ഡേയോടനുബന്ധിച്ച്. അതിൻ്റെ ഒരു ന്യൂസ് ക്ലിപ്പിംഗ് ആണ്. അപ്പോൾ ഇന്ത്യൻ സിറ്റീസ്, ഈ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലുള്ള ഇന്ത്യൻ സിറ്റീസ് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതുണ്ട്, ഏത് കാറ്റഗറിയാണ് എന്ന് മനസ്സിലാകുക, അത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ എല്ലാം കാണാൻ പഠിക്കാനൊന്നും പറ്റില്ല. അപ്പം വാരണാസി മ്യൂസിക്കാണ്, ജയ്പൂർ ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്സ്, ചെന്നൈ മ്യൂസിക്, ഹൈദരാബാദ് ഗാസ്ട്രോണമി, മുംബൈ ഫിലിം, നമുക്കറിയാം ബോളിവുഡൊക്കെ ബേസ്ഡ് ഇൻ മുംബൈ ആണ്, ശ്രീനഗർ, പിന്നെ കോഴിക്കോട്. ഇത് രണ്ടുമാണ് പുതിയ അഡീഷൻ. ഗ്വാളിയാറും മ്യൂസിക് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. മ്യൂസിക്കൽ ലെഗസി അതിൻ്റെ കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിനോട് അനുബന്ധിച്ച് കോഴിക്കോടിൻ്റെ ലിറ്ററേച്ചർ, സാഹിത്യ പാരമ്പര്യത്തെ പറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. കോഴിക്കോട്ട്സ് ലിറ്ററേച്ചർ സീൻ. ദ നോർത്ത് കേരള സിറ്റി ഓഫ് കോഴിക്കോട് ഈസ് ഹോം ടു മെനി പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ലിറ്ററസി ആൻഡ് കൾച്ചറൽ വേൾഡ്. ഇവിടെ തന്നെ ഒരുപാട് പേരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള, എൻ ജി വാസുദേവൻ നായർ, എസ് കെ പൊറ്റക്കാട്, അങ്ങനെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ശില്പമാണ് ന്യൂസിൻ്റെ ഒരു ഇമേജ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് യുണൈറ്റഡ് നേഷൻസ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് അങ്ങനെ ഒരു ഡാറ്റാബേസ് ഉണ്ട്. സിറ്റീസിനെ അവർ ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ യുനെസ്കോയുടെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ സിറ്റീസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം 7 ക്രിയേറ്റീവ് കാറ്റഗറീസിൽ അല്ലെങ്കിൽ ഫീൽഡ്സിലായിട്ടാണ് സിറ്റീസിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 55 പുതിയ സിറ്റീസും കൂടെ ഗ്ലോബലി ആഡ് ചെയ്തു. അതിൻ്റെ അകത്ത് 2 എണ്ണം ഇന്ത്യയിൽ നിന്നാണ്, ഗ്വാളിയാറും കോഴിക്കോടും. അതിൻ്റെ അകത്ത് കോഴിക്കോട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോടിൻ്റെ ലിറ്ററേച്ചർ ലെഗസിയെ പറ്റിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 11 വരുന്നതാണ് സസ്റ്റൈനബിൾ സിറ്റീസ്, അർബൻ ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റീവ് ഓപ്പൺ സ്പേസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ച് ഒരു അർബൻ ഡെവലപ്മെൻറ്റിനോടും കൂടെ അനുബന്ധിച്ച് നിങ്ങളിത് കൂട്ടി വായിക്കണം. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലുള്ള സിറ്റീസ് അത് ജസ്റ്റ് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിനോടനുബന്ധിച്ച് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും അർബൻ റെജുവിനേഷന് വേണ്ടി തന്നെ ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് കാണും, അമൃത് മിഷൻ, അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ പല. അപ്പം അർബൻ പോപ്പുലേഷൻ അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഗ്ലോബലി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്, ഇന്ത്യയിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ സിറ്റീസ് കൂടുതൽ എല്ലാവർക്കും വെൽക്കമിങ് ആണ്. നമ്മുടെ അക്കോമഡേഷന്, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കണം. അതിനുവേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കുറേ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അർബൻ പോപ്പുലേഷൻ കൂടുന്നു എന്നുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസേൺ ആണ്. അതുപോലെ തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റിയുമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ന്യൂസ് കാണുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, FATF. അത് എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. വയലന്റ് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ കളക്റ്റഡ് ഫണ്ട്സ് ത്രൂ വെൽ സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക്, സൈസ് FATF. അപ്പോൾ FATF ബേസിക്കലി എന്താണ്, ന്യൂസിലേക്ക് വരുന്നതിന് മുമ്പ് ബേസിക്കലി FATF എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് വാച്ച് ഡോഗ്. ഗ്ലോബലി ടെററിസ്റ്റ് ഫിനാൻസിങ്ങിനെ അതിനെ
നിയന്ത്രിക്കാനും അതിൻ്റെ തടയിടാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. അത് 1989 G7 സബ്മിറ്റ് പാരീസിലാണ് വന്നത്. 39 മെമ്പർ ബോഡിയുണ്ട്, 37 മെമ്പർ ജൂറിസ്ഡിക്ഷൻസ് പ്ലസ് 2 മെമ്പർ ഓർഗനൈസേഷൻ, GCC, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ. അപ്പോൾ ബേസിക്കലി കുറേ ഒരുമാതിരിപ്പെട്ട വേൾഡ് കൺട്രീസ് എല്ലാം തന്നെ ഈ ഗ്രൂപ്പിങ്ങിൻ്റെ അകത്ത് വരുന്നു, അവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ഈ ബ്ലാക്ക് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് കാണും. ഒരു 2-3 വർഷം മുമ്പ് പാകിസ്ഥാനൊക്കെ ഗ്രേ ലിസ്റ്റിലായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ടെറർ ഫിനാൻസിങ് ഒക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവരുടെ ഗവൺമെൻറ് ഒരുപാട് മെഷേഴ്സ് എടുത്തതിൻ്റെ ഫലമായിട്ട് അവരെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഗ്രേ ലിസ്റ്റിൽ പെടുക, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രീസ് അല്ലെങ്കിൽ ആ ജൂറിസ്ഡിക്ഷൻ ടെറർ ഫണ്ടിങ് അവിടെ നടക്കുന്നുണ്ടെന്നാണ്. അപ്പം പാകിസ്ഥാൻ ഗവൺമെൻറ് അതിനെതിരെ മെഷേഴ്സ് എടുത്തുകൊണ്ട് തന്നെ അവരെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ FATF എന്താണ്? ഗ്ലോബൽ മണി ലോണ്ടറിങ് ടെററിസ്റ്റ് ഫിനാൻസിങ് വാച്ച് ഡോഗ് എന്നാണ് ഉണ്ടായത്. പിന്നെ അവരാണ് ഈ ബ്ലാക്ക് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. ഇത് FATFൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ്. FATF ഐഡന്റിഫൈസ് ജൂറിസ്ഡിക്ഷൻ വിത്ത് വീക്ക് മെഷേഴ്സ് ടു കോമ്പാക്ട് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ്. മണി ലോണ്ടറിങ്ങും അതുപോലെ തന്നെ ടെററിസ്റ്റ് ഫിനാൻസിങ്ങും. അപ്പോൾ ഓരോ ഗവൺമെൻറ്റ്സുള്ള ജൂറിസ്ഡിക്ഷൻസ് അതിനെതിരെ എടുക്കുന്ന നടപടികളുടെ അതിൻ്റെ ഫലപ്രാപ്തി അനുസരിച്ച്, അതിൻ്റെ എഫിഷ്യൻസി അനുസരിച്ചാണ് ഇവർ ബ്ലാക്ക് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് ഒക്കെ. ഇപ്പം ഗവൺമെൻറ്റുകൾ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ നടക്കുന്ന മണി ലോണ്ടറിങ്ങിനും ടെറർ ഫിനാൻസിങ്ങിനും ഒക്കെ എതിരെ മെഷേഴ്സ് ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ലിസ്റ്റിലോ ഗ്രേ ലിസ്റ്റിലോ ഒക്കെ ഉൾപ്പെടുത്തും. അപ്പോൾ ഗ്ലോബലി അവർക്കൊരു ഇത് വരും. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഫോഴ്സ്ഡ് ആവും കൂടുതൽ മെഷേഴ്സ് എടുക്കാൻ വേണ്ടി. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത്. The FATF's process to publicly list countries with weak AML or CFT regimes have proved effective. As of October 2023, the FATF has reviewed 129 countries and jurisdictions and publicly identified 1 or 2 of them. Of these, 76 have since made the necessary reforms to address their weaknesses and have been removed from the process. അപ്പോൾ ഇവരിങ്ങനെ ഓരോന്നിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിൻ്റെ അകത്ത് തന്നെ ഓരോ കൺട്രീസ് അതിനെതിരെ എടുക്കുന്ന മെഷേഴ്സിൻ്റെ എഫിക്കൻസി അനുസരിച്ച് അവരെ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ ഇത് FATFൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ്. അപ്പം ബേസിക്കലി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് വാച്ച് ഡോഗ് ആണ്. നമുക്കറിയാം ഈ മണി ലോണ്ടറിങ് അതുപോലെ തന്നെ ടെററിസം എന്നൊന്നും പറയുന്നത് ഒരു കൺട്രിയുടെ ബൗണ്ടറീസിൽ കൺഫൈൻഡ് ആയിട്ടുള്ള പ്രശ്നമല്ല, അതൊരു ട്രാൻസ് ബൗണ്ടറി ഇഷ്യൂ ആണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സക്സസ്ഫുള്ളി ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ വേണ്ടിയാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ അതെന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ വയലന്റ് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ കളക്റ്റഡ് ഫണ്ട്സ് ത്രൂ വെൽ സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക്സ്. FATFൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് UAPAയുടെ പ്രൊവിഷൻസ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് ബാൻ ചെയ്ത ചില ഓർഗനൈസേഷൻ അതിൻ്റെ സിസ്റ്റർ ഗ്രൂപ്പ്സ്. അപ്പോൾ അവിടെയൊക്കെ അവർക്കാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഓൺലൈനായിട്ടും അല്ലാതെയുമുള്ള ഫിനാൻസിങ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു റിപ്പോർട്ട് പറയുന്നത്. അതിനെപ്പറ്റിയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് FATF, എന്താണ് അതിൻ്റെ മാൻഡേറ്റ്, ഗ്ലോബൽ മണി ലോണ്ടറിങ്, ടെററിസ്റ്റ് ഫിനാൻസിങ് ഇതിനെയൊക്കെ തടയിടുക, ആഗോളതലത്തിൽ തടയിടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൺട്രീസ് വിച്ച് ആർ നോട്ട് ടേക്കിംഗ് മെഷേഴ്സ് ടു കൗണ്ടറാക്ട് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ്, അങ്ങനെയുള്ള കൺട്രീസിനെ ഗ്രേ ലിസ്റ്റിൽ, ഭയങ്കര മോശമായിട്ട് രീതിയിൽ ചെയ്യുന്ന കൺട്രീസിനെ ബ്ലാക്ക് ലിസ്റ്റിൽ ചെയ്യും. അപ്പോൾ അവർക്ക് അവിടുത്തെ ഗവൺമെൻറ് അതിനെതിരെ മെഷേഴ്സ് എടുക്കാൻ ഫോഴ്സ്ഡ് ആവും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ നേരത്തെ ഗ്രേ ലിസ്റ്റിലായിരുന്നു. ഇപ്പോൾ അതിനെ അവരുടെ ഗവൺമെൻറ് മണി ലോണ്ടറിങ്ങിനും ടെററിസ്റ്റ് ഫിനാൻസിങ്ങിനും എതിരെ മെഷേഴ്സ് എടുത്തത് കൊണ്ട് തന്നെ അവരെ അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇന്ത്യയിലുണ്ടായിരുന്ന ഇപ്പോൾ ബാൻ ചെയ്ത ഒരു ഓർഗനൈസേഷന് പല രീതിയിലുള്ള ടെറർ ഫണ്ടിങ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള FATFൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ഇതിൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ FATF എന്താണെന്നറിയുക, അതിൻ്റെ മാൻഡേറ്റ് എന്താണെന്നറിയുക. ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, ഇതും വീണ്ടും അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ്. ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇസ് ദ ഗ്ലോബൽ മണി ലോണ്ടറിങ്
ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് വാച്ച് ഡോഗ്, ദി ഇന്റർ ഗവൺമെന്റൽ ബോഡി. പറഞ്ഞു മണി ലോണ്ടറിങ്, ടെററിസം എന്നൊക്കെ പറയുന്ന സൈബർ സെക്യൂരിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറിക്കകത്ത് മാത്രം, ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളല്ല, ഗ്ലോബൽ ഫിനോമിനാണ്, ട്രാൻസ് ബൗണ്ടറി ഇഷ്യൂസ് ആണ്. അപ്പോൾ അതിനെതിരെ ഒരു ഗ്ലോബൽ കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദ ഇന്റർ ഗവൺമെന്റൽ ബോഡി sets international standards that aim to prevent the illegal activities that harm and the harm they cause to society. As a policy making body, the FATF works to generate the necessary political will to bring about national, legislative and regulatory reforms in these areas. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ലോസ് ഒക്കെ മണി ലോണ്ടറിങ്ങിനെ കൗണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ടെറർ ഫിനാൻസിങ്ങിനെ കൗണ്ടർ ചെയ്യാനോ ഒക്കെ പ്രാപ്തമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൺട്രീസിനെ ഗ്രേ ലിസ്റ്റിലോ ബ്ലാക്ക് ലിസ്റ്റിലോ ഇടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതോറിറ്റീസ് അതിനെതിരെ നടപടികൾ എടുക്കാൻ ഫോഴ്സ്ഡ് ആവും. അങ്ങനെയാണ്. ദ 39 member body sets international standards to ensure national authorities can effectively go after illicit funds linked to drugs trafficking, illicit arms trade. ഈ പറഞ്ഞ പോലെ തന്നെ ടെറർ ഫിനാൻസിങ്ങിനോടൊക്കെ അനുബന്ധിച്ച് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആംസ് ഒക്കെ അക്വയർ ചെയ്യാനും സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഒക്കെയാണ്. അത് വീണ്ടും ഇത് ഒരു ഡോമിനോ പോലെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ സോഴ്സിലെ തന്നെ ഫണ്ടിങ് തടഞ്ഞാൽ മാത്രമേ അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു മാൻഡേറ്റ്. സൈബർ ഫ്രോഡ് ആൻഡ് അതർ സീരിയസ് ക്രൈംസ്. ഇൻ ടോട്ടൽ more than 200 countries and jurisdictions have committed to implement the FATF standards as part of a coordinated global response to preventing organized crime, corruption and terrorism. അപ്പോൾ ഇതും അവരുടെ മാൻഡേറ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. FATF എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഇന്ത്യ FATFിൻ്റെ ഭാഗമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് ന്യൂസിൽ വന്നതെന്ന് ഓർത്തിരിക്കുക. ഇവരാണ് ബ്ലാക്ക് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കൺട്രീസ് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതനുസരിച്ച് അവർ അതിൻ്റെ അകത്തുനിന്ന് എടുത്തു കളയുകയും എടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഇത് ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം FATF ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, CBAM. നിങ്ങൾ ഒരുപക്ഷെ ന്യൂസിലൊക്കെ കണ്ടിട്ട് കാണും. എന്താണ് CBAM? യൂറോപ്യൻ യൂണിയൻ്റെ കാർബൺ ബോർഡർ, ഒരു കാർബൺ ബേസിക്കലി ഒരു അവർ പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർബൺ എമിഷനൊക്കെ കുറയ്ക്കുക, നെറ്റ് ന്യൂട്രാലിറ്റിയിലേക്കൊക്കെ നയിക്കാൻ വേണ്ടിയുള്ള, അപ്പോൾ അതിനെ ഒന്ന് ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടാക്സേഷൻ റെജീമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ന്യൂസ് വന്നെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം വിൽ ലെവി എ കാർബൺ ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം പ്രോസസ്സസ് വിച്ച് ആർ നോട്ട് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ഓർ നോൺ ഗ്രീൻ. അപ്പോൾ ഇതാണ് ബേസിക്കലി അതൊരു കാർബൺ ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം പ്രോസസ്സസ് വിച്ച് ആർ നോട്ട് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ഓർ നോൺ ഗ്രീൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ മാനുഫാക്ചറിങ്, ഇന്ത്യയിലെ സ്റ്റീൽ മാനുഫാക്ചറിങ്, നമ്മളിപ്പം അതിന് ഉപയോഗിക്കുന്ന പവർ ജനറേഷൻ കൂടുതൽ കോളാണെന്നുണ്ടെങ്കിൽ അത് കാർബൺ എമിഷൻസിലോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് EU സ്റ്റാൻഡേർഡ്സ് പ്രകാരം നോൺ ഗ്രീൻ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഇമ്പോർട്ട്സിന് കൂടുതൽ ഒരു എന്താണ് പറയുന്നത് ടാക്സ് ഇമ്പോസ് ചെയ്യുക. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു കൺട്രി, ഏതെങ്കിലും ഒരു രാജ്യം, ഇപ്പം യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു രാജ്യത്ത് എൻവയോൺമെൻറ്റൽ ലോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ആ കൺട്രി അവരുടെ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു രാജ്യത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. സേ ഒരു ഏഷ്യൻ കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടുത്തെ എൻവയോൺമെൻറ്റൽ ലോസ് അത്ര കണ്ട് സ്ട്രിക്റ്റ് അല്ല. പക്ഷേ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം പ്രകാരം ആ എൻവയോൺമെൻ്റലി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ലോസ് ഇല്ലാത്ത രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും അവർ അവിടുന്ന് ആ സാധനം എക്സ്പോർട്ട് ചെയ്ത് അവരുടെ ഹോം കൺട്രിയിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ടാക്സ് കൊടുക്കണം. അതാണ് ബേസിക്കലി ഇതിൻ്റെ മെക്കാനിസം. അപ്പം CBAM will translate into a 20 to 35% tax on select imports in the EU starting from 1st January 2026. അപ്പോൾ ബേസിക്കലി ഈ പറഞ്ഞ പോലെ കാർബൺ എമിഷൻസ് ഒക്കെ കുറയ്ക്കുക, നെറ്റ് സീറോ എമിഷൻ, കാർബൺ ന്യൂട്രാലിറ്റി. ഇപ്പോൾ നമ്മുടെ COP27 അകത്തും അതിന് മുമ്പുള്ള COPസിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൺട്രീസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള സീറോ കാർബൺ എമിഷൻസ്, നെറ്റ് കാർബൺ ന്യൂട്രാലിറ്റി, ആ
എയിം അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂസ് വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBAM will kill manufacturing in EU. India to levy carbon tax. EU's carbon border adjustment mechanism is unfair, says Commerce Minister Goyal, stressing that carbon cannot be priced same in India and Europe. Assures industry of support. അത് ബേസിക്കലി ഇതിപ്പോൾ ന്യൂസ് വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഒക്കെ എസ്പെഷ്യലി നിങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്, it will have an adverse impact on India's exports of metals such as iron, steel and aluminium products to the EU because these will face extra scrutiny under the mechanism. അപ്പോൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ EU ഇമ്പോർട്ട് ചെയ്യുന്ന മെയിൻ ഇന്ത്യൻ പ്രൊഡക്ട്സ് ആണ് ഈ അയൺ ഓർ കോൺസെൻട്രേറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റീൽ പ്രൊഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്ട്സിന് അവർ എക്സ്ട്രാ കാർബൺ ടാക്സ് അവിടെ ലെവി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് വേറെ ഏതെങ്കിലും കൺട്രീസിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏരിയാസിൽ നിന്ന് കുറച്ചുകൂടെ ഗ്രീൻ ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സുള്ള ഏരിയാസിൽ നിന്ന് അത് സോഴ്സ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് ഇന്ത്യൻ എക്സ്പോർട്സിനെ ഒക്കെ അത് ബാധിക്കും. പക്ഷേ ഇവർ നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യൂറോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പല പല ഓട്ടോമൊബൈൽ കമ്പനീസും ഇപ്പം ഔഡി, BMW, വോൾസ്വാഗൻ, അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ ജർമ്മനി, അതുപോലെ തന്നെ റെനോ ഫ്രാൻസിലുള്ള അങ്ങനത്തെ പല കമ്പനീസും യൂറോപ്യൻ കൺട്രീസിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓട്ടോമൊബൈൽ കമ്പനീസൊക്കെ. അപ്പോൾ അവർക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റീല് അങ്ങനത്തെ സാധനങ്ങൾ വേണം. അത് അവർ ഇമ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് സെൽഫ് കേപ്പബിൾ അല്ല, അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു മേജർ എക്സ്പോർട്ടറാണ്. അവർ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അകത്തെ ഒരു മേജർ കൺട്രിയാണ്, ഒരു മേജർ പാർട്ട്ണറാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രീൻ അല്ലാത്ത പ്രൊഡക്ഷൻ പ്രോസസ്സാണ് എന്ന് പറഞ്ഞ് ടാക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ബാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയും ഡെവലപ്ഡ് കൺട്രീസിൻ്റെ, അതായത് ഓൾറെഡി വികസിത കൺട്രിയും ഇന്ത്യയെ പോലെ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിയും കാർബൺ പ്രൈസിങ് ഒരേപോലെ ആക്കാൻ പറ്റില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസ് പറയുന്ന മാൻഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവർ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ നമുക്കറിയാം കോൾ ഡിപ്പെൻഡൻ്റ് ആണ് ഹെവിലി. നമ്മൾ ഗ്രീൻ എനർജീസിലേക്കൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും as of now നമ്മൾ ഹെവിലി കോൾ ഡിപ്പെൻഡൻ്റ് ആണ് ഫോർ എനർജി നീഡ്സ്. ഗ്രീനർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് എനർജിയൊക്കെ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മളും പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട് 2070 നെറ്റ് കാർബൺ ന്യൂട്രാലിറ്റി. പക്ഷേ നമുക്കതിന് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിയുന്നത് നമ്മുടെ എക്സ്പോർട്ട് സെക്ടറിന്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റീൽ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഒരു ഫെയർ ആയിട്ടുള്ള മെക്കാനിസം അല്ല. അവിടുത്തെ കൺട്രീസിൽ, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഇതിൻ്റെ അകത്തെ കാർബൺ പ്രൈസിങ് പോലെ തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലെ കാർബൺ പ്രൈസിങ് വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇത് പറയുന്നത്. ബേസിക്കലി എന്താണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ മാൻഡേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ക്യാൻ എൻകറേജ് നോൺ EU countries to adopt more stringent environmental regulations which would reduce global carbon emissions. അപ്പോൾ ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ പ്രിവെന്റ് കാർബൺ ലീക്കേജ് ബൈ ഡിസ്കറേജിങ് കമ്പനീസ് ഫ്രം റീലൊക്കേറ്റിംഗ് ടു കൺട്രീസ് വിത്ത് വീക്കർ എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ്. അപ്പോൾ ഇതാണ് ബേസിക്കലി, ഇപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ് ഉള്ള ഒരു രാജ്യത്ത് നിന്ന് കമ്പനീസൊക്കെ അത്ര കണ്ട് സ്ട്രിക്റ്റ് അല്ലാത്ത എൻവയോൺമെൻറ്റൽ ലോസ് ഉള്ള ഒരു രാജ്യത്തേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യലി വലിയൊരു മെച്ചം ഉണ്ടാകുന്നില്ല ഇതിന് പ്രകാരം. കാരണം അവിടുന്ന് അവർ ഇമ്പോർട്ട് ചെയ്ത് ഹോം കൺട്രിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എക്സ്ട്രാ ടാക്സ് കൊടുക്കണം, കാർബൺ ടാക്സ് ആയിട്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ സിനറിയോയിൽ it will have an adverse impact on India's exports of metals such as iron, steel and aluminium products to the EU because these will face extra scrutiny under the mechanism. India's major exports to the EU such as iron ore and steel face a significant threat due to carbon levies ranging from 19.8% to 52%. അപ്പം ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 20% to 50% എക്സ്ട്രാ ടാക്സ്, കാർബൺ ടാക്സ് എന്നതിനകത്തിൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന എക്സ്പോർട്സിന് വരും. അപ്പോൾ അത് ഇന്ത്യൻ കമ്പനീസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോഴേ അങ്ങനെ ഒരു ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും ഇടയ്ക്ക്
ഒരു സെയിം കാർബൺ പ്രൈസിങ് വെക്കുന്നതിൻ്റെ അകത്ത് ഒരു പ്രശ്നമൊക്കെയാണ് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ 2 വശങ്ങളുണ്ട്, ഒന്ന് ഇൻഡസ്ട്രിയൽ സൈഡ്, ഒന്ന് എൻവയോൺമെൻറ്റൽ സൈഡ്. അപ്പോൾ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ EU ഷെയർ ഓഫ് ഇന്ത്യ എക്സ്പോർട്സ് ഓഫ് CBAM പ്രോഡക്ട്സ്, ഇപ്പം അയണോറൊക്കെ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ആകെ ഇമ്പോർട്ടിൻ്റെ ഓൾമോസ്റ്റ് 1/5 ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഹെവി ടാക്സേഷൻ വരിക എന്ന് പറയുന്നത് അവർക്കും അത്ര സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതിപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ CBAM പ്രൊഡക്ട്സ്, അതായത് ഈ പറഞ്ഞ പോലെ അയണോറ, സ്റ്റീൽ പ്രൊഡക്ട്സ്, അങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് ഇന്ത്യ ആകെ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 11-12% യൂറോപ്യൻ യൂണിയനിലേക്കാണ്. അപ്പം അവിടെ അത് ഹെവി ടാക്സേഷൻ വന്നു കഴിയുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനീസിലും അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസിനും അവർക്ക് ഈ ഇൻഡസ്ട്രീസ് നിർത്താൻ പറ്റില്ല. അവർ വേറെ എവിടുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ സോഴ്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കണം. കാർബൺ ന്യൂട്രാലിറ്റി വേണം, പക്ഷെ അത് സമയമെടുക്കും. അടുത്തത് ഗ്ലോബൽ പാക്ട് ഓൺ AI. ഇത് ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ അത്യാവശ്യം നല്ലൊരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ്, ബ്ലെച്ച്ലി പാർക്ക് ഡിക്ലറേഷൻ. അപ്പോൾ ബേസിക്കലി ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിങ്ങൾക്കറിയാം ഒരു എമേർജിങ് ടെക്നോളജി ആയിട്ട് വന്നിരിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങളെല്ലാവരും ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യുന്നവരാകാം. അതുപോലെ തന്നെ ഇപ്പോൾ ചാറ്റ് GPTക്ക് പകരമല്ല, അതിനൊരു കൗണ്ടർ ചെയ്ത് ട്രൂത്ത് GPT വരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അപ്പം ബേസിക്കലി AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു എമർജിങ് ടെക്നോളജിയാണ്. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ റെഗുലേറ്ററി മെക്കാനിസംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ നമുക്ക് നീതി ആയോഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ AI എന്ന് പറഞ്ഞൊരു ഹാൻഡ് ബുക്ക് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഗ്ലോബലി, അതുപോലെ തന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലീഗൽ സൈഡിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ഗ്ലോബൽ പാക്ട് ഓൺ AI, ഒരു ബ്ലെച്ച്ലി പാർക്ക് ഡിക്ലറേഷൻ എന്നൊക്കെ പറഞ്ഞ് പല കൺട്രീസ് എഗ്രി ചെയ്ത AIയെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഹാംഫുൾ എഫക്ട്സിന് അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, 29 countries such as the US, UK, China, Australia, Brazil and India along with the European Union have agreed to work together to prevent catastrophic harm, either deliberate or unintentional, which may arise from artificially intelligent computer models and engines. അപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ട് തൊട്ടേ നിങ്ങൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മെഷീൻസ് സ്വയം ചിന്തിച്ച് മനുഷ്യനെതിരെ തിരിയുന്നതും അതൊക്കെ ഒരു അവരുടെ എന്താണ് പറയുന്നത്, സാഹിത്യ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവർ കാണുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ പല ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഉള്ള ഒരു പോസിബിലിറ്റീസ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡാറ്റ കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോണൻഷ്യലായിട്ടാണ് ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ മലയാളത്തിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത് പോലെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹാംഫുൾ എഫക്ട്സിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലോബൽ പാക്ട്, ഇപ്പം ഒരുമാതിരിപ്പെട്ട വേൾഡിലുള്ള എല്ലാ കൺട്രീസും US, UK, ചൈന, UK വെച്ചായിരുന്നു നടന്നത്, ചൈന, ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞാൽ കാറ്റാസ്ട്രോഫിക് ഹാം എയ്തർ ഡെലിബറേറ്റ് ഓർ അൺഇൻറ്റൻഷണൽ വിച്ച് മേ അറൈസ് ഫ്രം ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ മോഡൽസ് ആൻഡ് എൻജിൻ. അപ്പം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ IT ആയിരുന്നു, രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. അമേരിക്കയിൽ നിന്ന് വന്ന അവരുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, കമല ഹാരിസ് ആയിരുന്നു. അങ്ങനെ ഒരു ഗ്ലോബൽ മീറ്റ് നടന്നു, നമ്മുടെ UK വെച്ചായിരുന്നു. ബ്ലെച്ച്ലി പാർക്ക് എയിംസ് ടു എസ്റ്റാബ്ലിഷ് എ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ റിസ്ക്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റ് ബൈ ഫ്രോണ്ടിയർ AI. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളല്ല. ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു സ്പൈവെയർ വന്നു, അല്ലെങ്കിൽ ഒരു റാൻസം വെയർ വന്നു, അങ്ങനെയുള്ളത് ഒരു രാജ്യത്തെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ മാത്രമല്ല, അല്ലെങ്കിൽ ഡിവൈസസിനെ മാത്രമല്ല അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം, ഗൂഗിൾ, മെറ്റ അങ്ങനത്തെ കൺട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ
എല്ലായിടത്തും അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലോബൽ കൺട്രോൾ വേണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ AI സേഫ്റ്റി സമ്മിറ്റ് ഹോസ്റ്റഡ് ബൈ ദ USA കഴിഞ്ഞ 2 ദിവസമാണ്, November 1 and 2. അപ്പോൾ അവരൊരു ബ്ലെച്ച്ലി പാർക്ക് ഡിക്ലറേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഭാവിയിലോട്ടും ഉള്ള പല ലെജിസ്ലേറ്റീവ് മെഷേഴ്സിൻ്റെ ഒക്കെ ഒരു മുന്നോടിയായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു കാര്യം ഇതാണ് നമ്മുടെ ന്യൂസ് ആർട്ടിക്കിളിൻ്റെ ഒരു ഇത് the November 1 to 2 summit that has drawn in global leaders, computer scientists and tech executives began with a pioneering agreement on the first day, which resolved to establish a shared understanding of the opportunities and risk posed by frontier AI. അപ്പം ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എയുടെ, അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ ഇത്രയും മെറ്റാഡേറ്റ ഒക്കെ കളക്ട് ആകുമ്പോഴത്തേക്കും അതിൻ്റെ റിസ്ക് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം. ഇപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസ്കിനെ പറ്റിയൊക്കെ എല്ലാവരും ബോധവാന്മാരാണ്. അതുപോലെ തന്നെ ഫ്രോണ്ടിയർ AI എന്താണ് ഇന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രോണ്ടിയർ AI ഈസ് ഡിഫൈൻഡ് ആസ് ഹൈലി കേപ്പബിൾ ഫൗണ്ടേഷൻ ജനറേറ്റീവ് AI മോഡൽസ് ദാറ്റ് കുഡ് പോസ് സിവിയർ റിസ്ക് ടു പബ്ലിക് സേഫ്റ്റി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഡേറ്റ ബ്രീച്ച്, പ്രൈവസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനോടനുബന്ധിച്ചുണ്ട്. ഓർക്കുക, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റിയോട് അനുബന്ധിച്ച് CERT in നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നീതി ആയോഗ് നമ്മൾ ഈയിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ബുക്ക് ഇറക്കി, റെസ്പോൺസിബിൾ AI എന്ന് പറയുന്നത്. ഇതൊക്കെ എമർജിങ് ടെക്നോളജീസ് ആണ്. നിലവിൽ നിയമങ്ങളൊന്നും ഇല്ല ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വരണം. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ട്രിവിയലായിട്ട്, വേൾഡ് ഹിസ്റ്ററിയാണ്, ട്രിവിയലായിട്ടൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് ബ്ലെച്ച്ലി പാർക്ക്, ബർത്ത് പ്ലേസ് ഓഫ് മോഡേൺ കമ്പ്യൂട്ടിംഗ്. 2ാം ലോക മഹായുദ്ധം ഈ നമ്മുടെ ഈ സബ്മിറ്റ് നടന്നത്, AI സേഫ്റ്റി സബ്മിറ്റ് നടന്നത് ബ്ലെച്ച്ലി പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു, ലണ്ടൻ്റെ ഒക്കെ അടുത്തായിട്ട്, UK-യിലുള്ള. അപ്പോൾ അതിനൊരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അവിടെയായിരുന്നു ഈ പറഞ്ഞ പോലെ ജർമ്മൻസ്, അതായത് അവർ എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചിരുന്ന ഡേറ്റ ഒക്കെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി അവരുടെ ഡാറ്റാ സയൻറ്റിസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ബ്ലെച്ച്ലി പാർക്ക്. അവിടെ വെച്ച് തന്നെയാണ് പുതിയ ഈ സമ്മിറ്റ് നടന്നതും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഒന്ന് വായിച്ചു വെക്കുക. അപ്പം ബ്ലെച്ച്ലി പാർക്ക് എന്താണ്, ബ്ലെച്ച്ലി പാർക്ക് ഡിക്ലറേഷൻ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊരു ഓപ്പർച്യൂണിറ്റിയുമാണ്, അതുപോലെ തന്നെ ഒരു ത്രെറ്റുമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ സ്ലോയിങ് മെക്കാനിസം ഓഫ് ഗ്രോത്ത്, ദ ഹിന്ദുവിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പം ബേസിക്കലി ഇതൊന്ന് വായിച്ചിരിക്കുക. ഇതിനകത്ത് കുറേ ഡേറ്റ തന്നിട്ടുണ്ട്. ഡേറ്റ അസച്ച് പ്രിലിംസിന് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, മെയിൻസിനൊക്കെ ഉപകാരപ്പെടും. പക്ഷേ അതുപോലെ തന്നെ ഡേറ്റ അസച്ച് UPSC ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം റെഗുലേറ്ററി ബോഡീസിൻ്റെ ഒക്കെ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം. RBI, നബാർഡ് പോലത്തെ, സെബി പോലത്തെ എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പൈൻഡ് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്, അത് ലേറ്റസ്റ്റ് ഡേറ്റ ഇൻക്ലൂഡിംഗ് ദ ഒഫീഷ്യൽ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് ഫോർ സെപ്റ്റംബർ ആൻഡ് S&P's ഗ്ലോബൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഫോർ ദ മാനുഫാക്ചറിംഗ് സെക്ടർ ഫോർ ഒക്ടോബർ പോയിന്റ് ടു എ പാൽപ്പബിൾ സോഫ്റ്റനിങ് ഇൻ എക്കണോമിക് മൊമെൻറ്റം. നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസിൻ്റെ ഇൻഡെക്സിലും അതുപോലെ തന്നെ പർച്ചേസേഴ്സ് മാനേജേഴ്സ് ഇൻഡെക്സിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രോത്ത് ഒന്ന് സ്ലോ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പൈൻഡ് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്, അത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അവരാണ് അത് ഇറക്കുന്നത്. അപ്പോൾ 8 കോർ ഇൻഡസ്ട്രീസ് നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ട് കാണും. 8 കോർ ഇൻഡസ്ട്രീസ്: സിമെൻറ്റ്, കോൾ, ക്രൂഡ് ഓയിൽ, ഫെർട്ടിലൈസേഴ്സ്, പെട്രോളിയം ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്, ഇലക്ട്രിസിറ്റി, നാച്ചുറൽ ഗ്യാസ്, സ്റ്റീൽ. അങ്ങനെ 8 കോർ ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ്? അപ്പം കമ്പൈൻഡ് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് ആരാണ് ഇറക്കുന്നത്, അത് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയിലുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെ ഒരു സൂചികയാണ്, അതൊന്നും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, ഇറ്റ്സ് എ മെഷർ ഓഫ് ദ പ്രിവൈലിംഗ് ഡയറക്ഷൻ ഓഫ് എക്കണോമിക് ട്രെൻഡ്സ് ഇൻ മാനുഫാക്ചറിംഗ്. ദ PMI is based on a monthly survey of supply chain managers across 19 industries covering both upstream and downstream activity. അപ്പോൾ ബേസിക്കലി ഇത് രണ്ട് സൂചികകളാണ് ഗ്രോത്തിനെ കാണിക്കുന്നത്. അപ്പോൾ 8 കോർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. അവരുടെ കമ്പൈൻഡ് ഇൻഡെക്സ്, അതുപോലെ തന്നെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ
മെഷർ ചെയ്യുന്ന ക്വാണ്ടിഫൈ ചെയ്യുന്ന സൂചികകളിൽ നിന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ സെപ്റ്റംബർ ഒക്ടോബർ ഡേറ്റ ഒക്കെ പ്രകാരം നമ്മുടെ കൺട്രിയുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ഡൗൺ ആണ്. ഫെർട്ടിലൈസേഴ്സ് മാത്രമേ കുറച്ചെങ്കിലും പിടിച്ചു നിന്നുള്ളൂ, ബാക്കിയെല്ലാം ഇച്ചിരി സ്ലോ ഡൗൺ ആണ് എന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇൻഡെക്സുകൾ എന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ലംബാഡി എംബ്രോയിഡറി. അത് ബേസിക്കലി നിങ്ങൾ ഈ ലംബാനി അല്ലെങ്കിൽ ലംബാഡി എംബ്രോയിഡറി എന്ന് പറയുന്ന അവരൊരു ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള ഒരു നൊമാഡിക് ആയിട്ടുള്ള ട്രൈബാണ്. നമ്മുടെ നോർത്ത് മുതൽ സദേൺ ഇന്ത്യ, തമിഴ്നാട്, കർണാടകയിലൊക്കെ ഉള്ളതാണ്. കഴിഞ്ഞ G20 സമ്മിറ്റിനാണെന്നുണ്ടെങ്കിൽ തന്നെ കർണാടകയിലുള്ള ഇവരുടെ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചൊക്കെ നടന്നിരുന്നു. അപ്പോൾ ബേസിക്കലി ഇതാണ് അവരുടെ ആ ഒരു എംബ്രോയിഡറി വർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ഇപ്പോൾ ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലുള്ള ഈ ലംബാഡി കമ്മ്യൂണിറ്റി, സിറ്റിലിംഗി വാലിയിലുള്ള അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ആർട്ട് വർക്ക് റിവൈവ് ചെയ്യാൻ വേണ്ടി, അത് പൊക്കോണ്ടിരിക്കുന്ന ആർട്ട് വർക്ക് റിവൈവ് ചെയ്യാൻ വേണ്ടി അവിടെ പല NGOs ഓർഗനൈസേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു കേസ് സ്റ്റഡി പോലെ നമുക്ക് ഓർത്തു വെക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ എംബ്രോയിഡറി? ഇത് കർണാടകയിലുള്ള ഒരു ഭാഗത്തുള്ള ലംബാഡി ആർട്ടിന്, എംബ്രോയിഡറി വർക്കിന് GI ടാഗ് ഒക്കെ ഉണ്ട്. ഇത് ഇൻ പർട്ടിക്കുലർ തമിഴ്നാട്ടിലുള്ള അതിനെ പറ്റിയാണ് പറയുന്നത്. The once nomadic Lambadi tribes people in Sitlingi Valley, Dharmaburi are known for their traditional embroidery. ഇപ്പോൾ അവർ നമ്മുടെ എന്താണ് പറയുന്നത്, കസ്റ്റമറി ആയിട്ടുള്ള തമിഴ് ഡ്രസ്സൊക്കെ തന്നെയാണ്, അറ്റയർ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നതൊക്കെ. അപ്പം അവരുടെ ആ പഴയ എംബ്രോയിഡറി വർക്കിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പല ഓർഗനൈസേഷൻസ് ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു എക്സാമ്പിളാണ് പൊർഗൈ ആർട്ടീഷ്യൻ അസോസിയേഷൻ സൊസൈറ്റി. അപ്പോൾ ഏജ് ഓൾഡ് ആർട്ട് ഓഫ് ലംബാനി എംബ്രോയിഡറി വാസ് ലാംഗ്വിഷിംഗ്, ബട്ട് നൗ ഡിസൈനേഴ്സ് NGOs ആർ ഗിവിംഗ് ഇറ്റ് എ ഫേം പുഷ്. അതുപോലെ തന്നെ ഇവരുടെ ഒറിജിനെ പറ്റിയൊക്കെ, അതൊക്കെ ഇവർ ചില സ്റ്റേറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്, ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീനോട്ടിഫൈഡ് നൊമാഡിക് ട്രൈബ്സ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഓർത്തിരിക്കേണ്ട. ഇതൊരു ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. പല പല സ്റ്റേറ്റുകളിലുണ്ട്. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ പല പല സ്റ്റേറ്റുകളിലുണ്ട്. ഇവരുടെ ഒറിജിനെ പറ്റിയൊക്കെ ഉണ്ട്. ഇവർ നമ്മുടെ എന്താണ് പറയുന്നത്, ഡിസെൻഡൻസ് ഓഫ് റൊമേനീസ് ഓഫ് യൂറോപ്പ് അവിടുന്ന് വന്നതാണ് എന്നൊക്കെ പറയുന്നു. ഇവരുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയാണ്. ഇപ്പോൾ അവർ മെയിൻ സ്ട്രീം ഇതുമായിട്ടൊക്കെ അക്കസ്റ്റംഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും പല സ്റ്റാറ്റസ് ആണ് കൊടുത്തിരിക്കുന്നത്. പല സ്റ്റാറ്റസ് ഇൻ ദ സെൻസ്, ചിലയിടത്ത് അത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് ചില സ്റ്റേറ്റുകളിൽ, ചിലയിടത്ത് അത് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് ഒക്കെയാണ്, നൊമാഡിക് ട്രൈബ്സ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അവരുടെ ഒരു എംബ്രോയിഡറി വർക്കായിരുന്നു, അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കാണ് ഈ ലംബാഡി എംബ്രോയിഡറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള പല പല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇത് വിത്ത് റെസ്പെക്ട് ടു തമിഴ്നാടു ആണത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കർണാടകയിലുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസിലുള്ള ലംബാഡി എംബ്രോയിഡറി ആർട്ടിന് GI ടാഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എന്താണ് എന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. അടുത്ത പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻവയോൺമെൻറ്റൽ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഇന്റേണൽ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ്. നമ്മുടെ സസ്പെക്റ്റഡ് മാവോയിസ്റ്റ് ഓപ്പൺ ഫയർ അറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് ഇൻ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള. കണ്ണൂരുള്ള ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ അതിൻ്റെ വൃഷ്ടിപ്രദേശത്തുള്ള ഏരിയയിൽ സസ്പെക്റ്റഡ് മാവോയിസ്റ്റ് ആകാശത്തേക്ക് വെടിവെച്ചു വൈൽഡ് ലൈഫ് വാച്ചേഴ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാർത്തയിൽ വന്നത്. അപ്പോൾ നിങ്ങൾ ഇന്റേണൽ സെക്യൂരിറ്റിക്കകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. ഇന്റേണൽ സെക്യൂരിറ്റി സെക്ഷൻ്റെ അത് നിങ്ങൾ പഠിക്കുന്നതാണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഡേറ്റ ഒക്കെ പ്രകാരം ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഇന്ത്യയിൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഫക്റ്റഡ് ഏരിയാസ് ഇപ്പോൾ ഒഡീഷ, ഛത്തീസ്ഗഡ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പോഴും ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അഫക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ഒക്കെ ഉണ്ട്. KBK ഡിസ്ട്രിക്ട്സ് എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് കാണും. എന്നിരുന്നാൽ പോലും ഓൺ ദ ഡിക്ലൈൻ ആണ്. അപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾ, മാവോയിസ്റ്റിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ട് വയനാട്ടിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ ഓൺ ദ ഡിക്ലൈൻ ആണ്. എന്നിരുന്നാലും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഫയർ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ കണ്ണൂരുള്ള ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ.
കേരളത്തിലുള്ള നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ പാർട്ടായിട്ട് നാഷണൽ പാർക്ക്, കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുണ്ട്, ഇന്ത്യയിൽ എത്ര നാഷണൽ പാർക്കുണ്ട്, ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എവിടെയാണ്, അതുപോലെ തന്നെ ആരാണ് നാഷണൽ പാർക്ക് നോട്ടിഫൈ ചെയ്യുന്നത്, ആർക്കാണ് അതിൻ്റെ അധികാരം, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഇതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്താണ് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ന്യൂസ് വന്നേക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സസ്പെക്റ്റഡ് മാവോയിസ്റ്റ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എബൌട്ട് ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറി, ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. ഇറ്റ് ഈസ് ദ നോർത്തേൺ മോസ്റ്റ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇൻ കേരള ആൻഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1984. 1984 മുതൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ പദവി കിട്ടിയിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. It is contiguous with Wayanad Brahmagiri, Wayanad's northern slopes and the protected areas of Karnataka state, namely Brahmagiri Wildlife Sanctuary and also the forest of Coorg. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു മാവോയിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള കാരണം. അതിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ തന്നെയാണ് കർണാടകയായിട്ടും അതുപോലെ തന്നെ വയനാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാടുമായിട്ടും ഒക്കെ ബോർഡർ പങ്കിടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ മാവോയിസ്റ്റ് ആക്ടിവിറ്റി വരാനുള്ള ജോഗ്രഫിക്കൽ അവർക്കൊരു അഡ്വാൻറ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻ ജനറൽ ഇന്ത്യയിലെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഒക്കെ ഡേറ്റ പ്രകാരം ഓൺ ദ ഡിക്ലൈൻ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നൊക്കെ ഓർത്തിരിക്കുക നിങ്ങൾ. ഇന്റേണൽ സെക്യൂരിറ്റി പ്രകാരം അതിൻ്റെ അത് പല റീസൺസ് ഉണ്ട്. വിന്നിങ് ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് സ്ട്രാറ്റജി എന്നൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടിട്ട് കാണും. അവരുടെ റീഹാബിലിറ്റേഷനൊക്കെ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പലയിടത്തും കേരളത്തിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും നമ്മുടെ ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അങ്ങനത്തെ സ്റ്റേറ്റുകളിലും ആന്ധ്രയുടെ ചില സ്ഥലങ്ങളിലും ഒക്കെ ഇപ്പോഴും ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളും അവർക്ക് കൺട്രോളുള്ള ഏരിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.